ഒരു ജനറൽ രീതിയിൽ ചിന്തിച്ചാൽ മുട്ടുവേദന തേയ്മാനം കാരണം കൂടുതൽ തേഞ്ഞു പോയാൽ കൂടുതൽ തേയ്മാനം വരാം എന്ന് ചിന്തിച്ചാൽ നമുക്ക് നടക്കാതിരുന്ന തേയ്മാനം കുറയും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് തെറ്റാണ്. അപ്പം തേയ്മാനം രക്ഷപ്പെടാൻ ഒരു നോ എസ്കേപ്പ് റൂൾ. എല്ലാവർക്കും വരാം. നമുക്ക് എപ്പോൾ വരുന്നു, എത്രത്തോളം വരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും വരും. ഇറ്റ്സ് എ ഡീജനറേഷൻ. അപ്പം ജനിച്ചവരെല്ലാം മരിക്കും. അപ്പം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് തേയ്മാനം വരും. അപ്പോൾ ഹൈ സ്പോർട്സ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് നേരത്തെ സംഭവിക്കാം. പക്ഷെ അവർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല അവർക്ക്. അപ്പം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. എൽഡർലി 50+ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. 60s ഒക്കെ ആകുമ്പം സിവിയർ ആവും. പക്ഷേ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണം ഒബീസിറ്റി ഉണ്ടെങ്കിലോ മറ്റ് ചില അസുഖങ്ങളുണ്ടെങ്കിലോ തേയ്മാനം നേരത്തെ വരാം. എനിക്ക് തേയ്മാനം വന്നു, മുട്ടുവേദനയുണ്ട്, അപ്പം നമ്മൾ നോക്കിയപ്പോൾ തേയ്മാനം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക്. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഒരുവിധം പെയിനൊക്കെ കൺട്രോൾ ചെയ്ത് മരുന്ന് ഉപയോഗിച്ചും ചില എക്സസൈസ് വെച്ചും വെയിറ്റ് റിഡക്ഷൻ ചെയ്തും ബോൺ സ്ട്രെങ്ത് ചെയ്തും സ്ട്രെച്ചിങ് എക്സസൈസ് യോഗ മുതലായൊക്കെ ചെയ്തും നമുക്ക് ഒരുവിധം പെയിൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ നടക്കണം. നമ്മൾ നടക്കാതിരുന്നാൽ തേയ്മാനം എന്തായാലും കുറയാൻ പോകുന്നില്ല. തേയ്മാനം എന്തായാലും ഓവർ എ പീരീഡ് ഓഫ് ടൈം കൂടത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ നടക്കാതിരിക്കുമ്പം നമ്മുടെ എല്ലിൻ്റെ സ്ട്രെങ്ത് കുറയുകയും അതിലുപരി നമ്മുടെ മസിൽ സ്ട്രെങ്ത് കുറയുകയും നമുക്ക് പിന്നീട് വേദന കൂടുകയേ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയില്ല. സോ തേയ്മാനം ഉണ്ടെങ്കിലും നമ്മൾ നടക്കണം. പക്ഷെ എക്സസീവ് ഓവർ യൂസ് ആയിട്ടൊന്നും ചെയ്യരുത്. അതായത് ഓവർ എക്സേർട്ട് ഒന്നും ചെയ്യരുത്. നമുക്ക് പടിയൊക്കെ കയറുന്നത് തേയ്മാനം ഉള്ളവർക്ക് കൂടുതൽ വേദനകൾ ഉണ്ടാകും. പക്ഷേ സ്ട്രെയിറ്റ് സർഫസ് വലിയ കുഴപ്പമില്ല. ഹിൽസ്, സ്ലോപ്സ്, അൺഈവൻ സർഫസ് ഇതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്താൽ പെയിൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തറയിൽ കുത്തിയിരിക്കുന്ന സ്ക്വാറ്റിംഗ് അല്ലെങ്കിൽ സിറ്റിംഗ് ക്രോസ് ലെഗ് അതൊക്കെ ഇരിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെയിൻ ഇല്ലാതിരിക്കാം. പക്ഷെ നമ്മൾ നടക്കണം. അല്ലാതെ തേയ്മാനം വന്ന് എന്ന് വെച്ച് നടക്കാതിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ. അതൊരു അഡ്വൈസബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായം ഒരു പ്രശ്നമാണോ ഇതിന് തേയ്മാനം വരാൻ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക് നേരത്തെ വളരെ ചെറുപ്പത്തിൽ വരാൻ സാധ്യതയുണ്ടോ? അത് നോർമൽ കണ്ടീഷനിൽ പ്രായമായവർക്കാണോ ഈ തേയ്മാനം തുടങ്ങുന്നത്? അങ്ങനെയുണ്ടോ? ഏജ് ഒരു പ്രശ്നമാണോ? യൂഷ്വലി തേയ്മാനം ഒരു ഏജ് റിലേറ്റഡ് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. പ്രായത്തിനനുസരിച്ച് വരുന്നതാണ്. വിയർ ആൻഡ് ടിയർ ആണ്. അപ്പം പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. ഹൈലി ആക്റ്റീവ് സ്പോർട്സ് ആൾക്കാർക്ക് റിപ്പീറ്റഡ് ഇഞ്ചുറി മൂലവും അല്ലെങ്കിൽ ചില റിപ്പീറ്റഡ് ഓവർ സ്ട്രെയിൻ കൂടുതലും അവർക്ക് തേയ്മാനം കുറച്ച് എയർലി സ്റ്റേജിൽ കാണാറുണ്ട്. പക്ഷേ മെജോറിറ്റിയും സിംറ്റമാറ്റിക് ആകാറില്ല. കാരണം അവർക്ക് മസിൽ സ്ട്രെങ്ത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകും. നമ്മൾ എക്സ്റേ കിടന്ന് നോക്കിയാൽ തേയ്മാനം കാണാം. അതുകൊണ്ടാണ് തേയ്മാനം റേഡിയോളജിക്കൽ മാത്രമല്ല, അവർ സിംറ്റമാറ്റിക് ആവണമെങ്കിൽ മസിൽ വീക്ക്നെസ് കൊണ്ടുവരാം. അപ്പം മേ ബി അവർ അത്രയും സിംറ്റമാറ്റിക് അല്ലാത്ത അവരുടെ മസിൽ സ്ട്രെങ്ത് ഹൈ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത ഒരു സെർട്ടൈൻ ഡിഗ്രി വരെയുള്ള തേയ്മാനം നമുക്ക് കുഴപ്പമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ദൈനംദിന ചര്യകൾ ചെയ്യാൻ പറ്റും. ഈ മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 40+ കഴിഞ്ഞിട്ടാണ് ഈ ബോധം ഉണ്ടായ ഒരാൾ നാളെ മുതൽ ഞാൻ മസിൽ സ്ട്രെങ്ത് ചെയ്യാം എന്ന് തീരുമാനിച്ച് മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്. 40+ലാണ് നമുക്ക് ആ അവയർനെസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വിധം ഒന്ന് സെറ്റിലായി. ഒപ്പീനിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു BP ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത്. അവിടെയാണ് ഈ വീക്കെൻഡ് വാരിയേഴ്സും ഒത്തിരി കളികളും ഒക്കെ വരുന്നതും ഇഞ്ചുറീസ് വരുന്നതും. അപ്പം 40+ന് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നല്ല സ്ട്രോങ് ആയി സ്ട്രെങ്ത് എന്ത് ചെയ്യാം. നമുക്ക് സ്ലോലി ഗ്രാജുവലി വിത്ത് പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് മസിൽ സ്ട്രെങ്ത് ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, വെയിറ്റ് റിഡക്ഷൻ ചെയ്യാം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലോട്ട് മാറാം, ബോൺ മസിൽ കൂട്ടാൻ പറ്റും, നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ്, കാൽഷ്യം റിച്ച് ഫുഡൊക്കെ കഴിക്കാം, സ്ട്രെച്ചസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാം. ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ഏജ് ഒരു പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഏജ് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ. പിന്നെ വെരി യങ് ഏജിൽ വെയിറ്റ് ട്രെയിനിങ് അവോയ്ഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് സെർട്ടൈൻ വെയിറ്റ് ട്രെയിനിങ്, അല്ലാതെ ഏജ് ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ ബലം കുറവാണ്, എല്ലുകളുടെ ബലം കുറവാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ മെഡിക്കൽ സംഭവം അറിയില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണോ യാഥാർത്ഥ്യം? ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ ബാധിക്കുന്ന ഈ പറയുന്ന പിന്നെ ഈ എല്ലുകളെ ബന്ധപ്പെട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് കുഴപ്പം? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ശരിയാണോ എന്നുള്ളതും കൂടിയാണ്. അല്ല, കറക്റ്റാണ്. അങ്ങനെ നമുക്കങ്ങനെ സ്ത്രീകൾക്ക് എല്ലിന് ബലക്കുറവെന്ന് പറയാൻ പറ്റില്ല. സെർട്ടൈൻ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് മസ്കുലിനിറ്റി കൂടുതൽ മെയിൽസിനായതുകൊണ്ടും അവർക്ക് മസിൽ മാസും സ്ട്രെങ്തും കൂടുതലാണ്. ബോൺ മിനറൽ ഡെൻസിറ്റി പ്രോബബ്ലി ഹൈ ആയിരിക്കാം.
പക്ഷേ അതങ്ങനെ ഫീമെയിൽ മേലെന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി സെർട്ടൈൻ ഹോർമോണൽ ഡെഫിഷ്യൻസി മെനപ്പോസിന് ശേഷം വരുന്നതുകൊണ്ട് കാൽഷ്യം അബ്സോർപ്ഷനും ബോണിൽ മിനറൽ ഡെൻസിറ്റിയും കുറയുന്നതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിൽ മിനറൽ ഡെൻസിറ്റി സാന്ദ്രത കുറവ്, വീക്ക്നെസ് ഫീമെയിൽസ് ആണ് ഭയങ്കരമായിട്ട് കാണുന്നത്. അപ്പം ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചേഴ്സ്, അതായത് എല്ലിന് ബലക്കുറവ് ഉണ്ടാകുന്ന ഫ്രാക്ചറുകൾ ഫീമെയിൽസിനാണ് പോസ്റ്റ് മെനോപ്പോസിന് ശേഷം കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു 50-60 ആകുമ്പോഴത്തേക്കും മെയിൽസിനെക്കാട്ടി കൂടുതൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറവ് അവർക്കാണ്. പൊതുവെ സ്ത്രീകളെ ബാധിക്കുന്ന ഈ പറയുന്ന നേരത്തെ പറഞ്ഞ തേയ്മാനം എന്നൊക്കെ പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകളെ ബാധിക്കാൻ സാധ്യത കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്ന? അങ്ങനെയില്ല. ഒരു ഓർത്തോ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വാദസംബന്ധമായ ചില അസുഖങ്ങൾക്ക് ഒരു പ്രിഡിലിക്ഷൻ ഉണ്ട്, ഫീമെയിൽ പ്രീപോണ്ടറൻസ് ഉണ്ട്, ഫീമെയിൽസിനാണ് കൂടുതൽ വരുന്നത്. അതല്ലാതെ മുട്ടുവേദന ആർക്ക് വേണേലും വരാം. വേറൊരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ ബാക്ക് പെയിൻ ഒരു വലിയൊരു പ്രോബ്ലം ഉള്ള സംഭവമാണ്. ബാക്ക് പെയിൻ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഇന്റേണൽ ഓർഗൻസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഞാൻ ചോദിച്ചാൽ അത് മാത്രമല്ലാതെ എന്തൊക്കെ പ്രോബ്ലംസ് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവാം ഒരു വ്യക്തിക്ക്? പല കാരണങ്ങളിൽ വരാം. അപ്പം നമ്മൾ മെയിൻലി ഒരു ഓർത്തോപെഡിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ഡിസ്കോജനിക് ആൻഡ് നോൺ ഡിസ്കോജനിക് പെയിൻസ്, അതായത് ഡിസ്ക് കാരണം നെർവ് കംപ്രഷനും ബാക്കി എല്ലാ കാരണങ്ങളാലും. അപ്പം നമ്മളെല്ലാം മെയിൻ കോൺസെൻട്രേഷൻ എല്ലാം ഡിസ്കോജനിക് പെയിൻ ആണ്. മേ ബി നമ്മുടെ സ്പെഷ്യാലിറ്റി അങ്ങനെ ഉണ്ടാണ്. അതല്ലാതെ മെക്കാനിക്കൽ പെയിൻ ആയിട്ട് വരാം, അതായത് നമ്മൾ പുവർ പോസ്ചർ, പുവർ നമ്മുടെ മസിൽ സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത്, ഇതുകൊണ്ടൊക്കെ ബാക്ക് പെയിൻ വരാം. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും ഓഫീസ് ഗോയേഴ്സ് ആണ്, ഡെസ്ക്ടോപ്പ് ജോബാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് റിലേറ്റഡ് ജോബാണ്, IT പ്രൊഫഷണലാണ്. അതുകൊണ്ട് നമുക്കൊരു മസിൽ ഇംബാലൻസ് ഉണ്ട്, മസിൽ വീക്ക്നെസ് കൊണ്ട് നമ്മുടെ കോർ മസിൽസ് വീക്ക് ആണേ വരാം, പുവർ പോസ്ചറിൽ വരാം, നമ്മുടെ എർഗോണോമിക്സിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ വരാം. അപ്പം അതൊക്കെ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ മാറാം. ഇനി അതല്ലാതെ ഡിസ്ക് റിലേറ്റഡ് പെയിൻസ് ഉണ്ട്, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ചിലപ്പോൾ അത് ട്രോമാറ്റിക് ആയിരിക്കും, വീണിട്ട് കൊണ്ട് അല്ലെങ്കിൽ ഹെവി ലിഫ്റ്റ് എന്തെങ്കിലും പൊക്കുമ്പോൾ ഡിസ്ക് തള്ളിയിട്ട് വരാം. അല്ലാതെ ഡീജനറേറ്റീവ് ആയിട്ടും ഡിസ്ക് കാരണം വരാം. അതല്ലാതെ തേയ്മാനം കാരണം വരാം, മേജർ റിലേറ്റഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് സ്പൈൻ ഉണ്ടായിട്ട് വരാം, ബാക്ക് പെയിൻ വരാം, ഇൻഫെക്ഷനിൽ വരാം. പിന്നെ ബാക്കി റെയർ കോസ് ഒക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വരുന്നത് ഭയങ്കര റെയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നത് ബാക്ക് പെയിൻ. ഈ ഡിസ്കിന്റെ ഒരു പ്രോബ്ലം ആണ് പലരും ചിലർ പറയാറുണ്ട്, നമ്മൾ സർജറി ചിലർക്ക് പറയാറുണ്ട്. സർജറി വേറൊരു ധാരണയുണ്ട്, സർജറി ചെയ്ത് കഴിഞ്ഞാൽ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളൊരു പേടി പലർക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് ധാരണയും അതിൻ്റെ ഒരു സർജറിയുടെ ഒരു സാധ്യത ഈ പറയുന്ന പോലെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും വിശദീകരിക്കാൻ പറ്റും? ഡിസ്കിന്റെ സിവിയറിറ്റി, നമ്മുടെ എത്രത്തോളം ഡിസ്ക് ബൾജ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മുടെ നെർവ് കംപ്രസ് ആയിട്ടുണ്ട്, ആ കംപ്രഷൻ മൂലം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, ബലക്കുറവ് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പെയിൻ എത്രത്തോളമാണ്, അതല്ലെങ്കിൽ ചില റെഡ് ഫ്ലാഗ്സ്, അതായത് മലമൂത്രം പോലുള്ള ബുദ്ധിമുട്ട്, സിവിയർ വീക്ക്നെസ്, അല്ലെങ്കിൽ അസഹനീയമായ പെയിൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുക. നമ്മൾ മരുന്ന് എടുക്കുക, അല്ലെങ്കിൽ ലോക്കൽ ഇഞ്ചക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ടോ മാറില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി മലമൂത്രത്തെ അഫക്റ്റ് ചെയ്യുക, ബലക്കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും സർജിക്കൽ ഓപ്ഷനാണ് നല്ലത്. കാരണം പലപ്പോഴും ഇങ്ങനെ ഒരു ഡാമേജ് വന്നാൽ ചിലപ്പോൾ തിരിച്ച് റിക്കവറി നെർവിന് വരണമെന്നില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പ്രഡിക്റ്റബിൾ ഔട്ട്കം പലപ്പോഴും ആ നെർവ് ഡീകംപ്രസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഡിസ്ക് കാരണം തന്നെ നമുക്ക് ഓൾറെഡി ഡാമേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റത്തില്ലാതിരിക്കും, കുറേ കാലത്തേക്ക് ചിലപ്പം നമ്മൾ വീക്ക്നെസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റെയർ കോംപ്ലിക്കേഷനിലും ഇങ്ങനെ വരാം. ഈ റെഗുലറായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ആൾക്ക് അവരുടെ ഒരു ഫാമിലി ലൈഫ് മീൻസ് എക്സാമ്പിൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെയൊക്കെ അതൊക്കെ ബാധിക്കും, അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയാലും ഇതൊക്കെ അവരുടെ അത്തരം ഒരു ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ബാക്ക് പെയിൻ എല്ലാം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഡെയിലി റൂട്ടീൻ അഫക്റ്റ് ചെയ്യും, നമ്മൾ നടക്കുന്നതിന് നമ്മുടെ ജോലി ചെയ്യുന്നതിന് എല്ലാം അങ്ങനെ നമ്മുടെ സെക്ഷൽ ലൈഫിനെ പൊട്ടൻഷ്യലി ഇത് അഫക്റ്റ് ചെയ്യും. അപ്പം അതിന് നമ്മൾ നമ്മുടെ എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത്, അത് ഡിസ്ക് കൊണ്ടാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോൺ സർജിക്കൽ മെത്തേഡ്സ്, അത് കൺസർവേറ്റീവ് മെഷേഴ്സ് വെച്ച് പോകാം. പക്ഷെ നമുക്ക് പറ്റുന്നില്ല, അത് പ്രോഗ്രസ് ചെയ്യുകയാണ്, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പാടുണ്ടെന്ന് തോന്നും, പിന്നെ സർജിക്കൽ ഓപ്ഷൻസ് ആണ് നല്ലത്. ഒപ്പം ഡോക്ടറിന് തോന്നിയിട്ടുണ്ടോ ഈ ഒരു മാനസികവും ഇത്തരം ഈ പറയുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഈ എന്തെങ്കിലും പ്രോബ്ലം ഒരു ഡിസ്കിന്റെ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്ന അത് അവരെ മാനസികമായിട്ട് എത്രത്തോളം ബാധിക്കാറുണ്ട് എന്ന് തോന്നിയിട്ട് അത്തരം കേസുകൾ വരാറുണ്ടോ? നമ്മുടെ ഏത് അസുഖവും നമ്മളെ മെന്റലി നമ്മളെ അഫക്റ്റ് ചെയ്യാം. ചിലപ്പം ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഓരോരുത്തരുടെ വെൽബീയിങ് അനുസരിച്ച് ചിലപ്പോൾ സിവിയർ ആയിട്ട് അഫക്റ്റ് ചെയ്യാം, ചിലപ്പോൾ ചെറുതായിട്ടേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ എല്ലാ അസുഖങ്ങളും നമ്മൾ മെന്റൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പും കൗൺസിലിങ്ങും മെഡിക്കേഷൻസും വേണ്ടി വരാം. പക്ഷെ എപ്പോഴും വേണ്ടി വരണമെന്നില്ല.
പക്ഷേ നോട്ട് എ സ്മോൾ എമൗണ്ട്, എ ബിഗ് നമ്പർ ഓഫ് പീപ്പിൾ നീഡ്സ് ആക്ച്വലി അതർ സപ്പോർട്ട് ഫ്രം അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡയബറ്റിക് പേഷ്യൻ്റ് അവരുടെ അവസ്ഥ ഈ പറയുന്ന നമ്മുടെ ബോണിനെയൊക്കെ എത്രത്തോളം ആണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്? ഡയബറ്റിക്സും അതിനുള്ള മെഡിസിൻസും അതുകൂടെ ഉണ്ടാകുന്ന കോമോർബിഡിറ്റീസും ഒബീസിറ്റി എല്ലാം ബോൺ സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യാം. നല്ലതായിട്ട് മോശമായിട്ട് അഫക്റ്റ് ചെയ്യാം. പക്ഷേ പൊട്ടൻഷ്യലി ഡയബറ്റിക് തൈറോയിഡ് എന്നുള്ള അസുഖം ബോൺ സ്ട്രെങ്തിനെ യൂഷ്വലി കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. നമ്മൾ ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് രണ്ട് രീതിയുണ്ട്. ഒന്ന് അലോപ്പതി ഡോക്ടറെ അടുത്ത് വരണോ, എക്സ്റേ എടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ചിലർ നേരെ ഒരു വൈദ്യരുടെ അടുത്ത്, ഒരു കോൺട്രവേഴ്സി സാധനമല്ല ഞാൻ ചോദിക്കണം, എന്നാലും ആൾക്കാരെ ഒരു അവരുടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണം, ഒരു വൈദ്യരുടെ അടുത്ത് പോകണം, തിരുമ്മി ചികിത്സ ചെയ്യണം, അത് ചെറുതായിട്ട് എന്തായാലും ലിഗമെന്റ് എന്തോ തെന്നിപ്പോയതാണെങ്കിൽ അത് പിടിച്ചിട്ട്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഇതിനെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ ആരോഗ്യപരമല്ലാത്ത ഒരു മുഖവും മറ്റതും ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പൊ കേരളത്തില് ഹെൽത്ത് അവയർനെസ് നല്ലതായിട്ടുണ്ട്. ഒരു പൊട്ടൽ വന്നാലോ ഒരു നല്ല ഡിസ്ലൊക്കേഷൻ ആണല്ലോ ഒരുവിധം യൂഷ്വലി എല്ലാവരും അലോപ്പതിയിലോട്ട് വരുള്ളൂ. സോ മോസ്റ്റ്ലി പോകുന്നത് ഒരു ചെറിയ മൈൽഡ് സ്പെയിനോ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അലോപ്പതി വന്നപ്പം എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻ്റർവെൻഷൻ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. അപ്പം വാട്ടെവർ വേ അതൊരു എമർജൻസി ആയിട്ട് ആരും അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇഞ്ചുറിക്ക് പോകാറില്ല. അപ്പം മൈൽഡ് സ്പ്രെയിനൊക്കെ പോകും, നോക്കാം, കുറയുന്നില്ലെങ്കിൽ മാത്രം വന്നാൽ മതിയാവും. പിന്നെ ഒരു ഫ്രാക്ചർ സസ്പെക്റ്റ് ചെയ്യുന്ന ഇഞ്ചുറി ആണെങ്കിൽ തടവുന്നത് യൂഷ്വലി അത് വേഴ്സൺ ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്യാം, നീരുണ്ടാക്കാം, ഒരു ലോങ് ടേം മോർബിഡിറ്റി ഉണ്ടാക്കാം. നമ്മൾ ഒരു ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ തടവുക. അല്ലാതെ ചെറിയ സ്പ്രെയിന് മൈൽഡ് മസാജ് ഒന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുറേ കാലമായിട്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് മസാജ് ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ കൂടും. അപ്പം നമുക്കതിന് ബ്ലഡ് സപ്ലൈ കൊണ്ട് പെയിൻ റിലേറ്റഡ് സബ്സ്റ്റൻസ് ഒക്കെ മാറും, നമുക്കൊരു പെയിൻ റിലീഫ് ഉണ്ടാവും. പിന്നെ മസിൽ മസാജ് ചെയ്യുമ്പം നമ്മൾ എൻഡോർഫിൻസ് പോലത്തെ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടും നമുക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാവും, റിലാക്സേഷൻ. സ്വാഭാവികമായിട്ടും ഈ ആയുർവേദം എപ്പോഴും നിൽക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ബോൺ അത്തരം സംഭവങ്ങളാണ്, തടവി ചികിത്സ, അത്തരം സാധനം. ഇത്തരം ട്രീറ്റ്മെന്റിന് അലോപ്പതിയും ആയുർവേദവും സംയോജിപ്പിച്ചൊരു ചികിത്സാ രീതി കൊണ്ടുവരുന്നത് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടോ? അതല്ല അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഹാവ് നോട്ട് എൻ എക്സ്പേർട്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. പക്ഷേ ആൾക്കാരുടെ ഓപ്ഷനാണ്. ഇഫ് ദേ വാണ്ട് ടു ഗോ ഫോർ ആയുർവേദ, ലെറ്റ് ദം ഗോ ഫോർ ആയുർവേദ. They want to take allopathy, take allopathy. I always suggest them you try every other measures, and then if you're not getting better, if you need a surgery, go and do the surgery. ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു അത് ഏജിന്റെ ഒരു സംഭവത്തിലാണോ പറയുന്നത്, ചിലപ്പോൾ ചിലർക്ക് നടക്കുമ്പോൾ ഒരു ശബ്ദം ടിക് ടിക്കിനെ കേൾക്കാറുണ്ട് എന്നാണ്, കാലിന്റെ മുട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നൊരു ശബ്ദം ഉണ്ടാവുന്നതെന്നാണ്? എന്തിൻ്റെയെങ്കിലും ഒരു സിഗ്നൽ ആണോ? എന്തിൻ്റെയെങ്കിലും ഒരു നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയുടെ സിഗ്നൽ ആണോ അത്? സൗണ്ട് പല കാരണങ്ങളും. ചിലപ്പം വലിയ കുഴപ്പമില്ല, നമ്മുടെ അതിനകത്ത് എയർ ബബിൾസ് ക്രാക്ക് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പം ചെറിയ തേയ്മാനമായിരിക്കാം, ചിലപ്പോൾ ലൂസ് ബോഡി ആയിരിക്കാം മുട്ടിനാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും സ്നാപ്പ് ചെയ്യുന്നതായിരിക്കും, ടെൻഡൻസും അബ്നോർമൽ ലിഗമെന്റ്സോ ഫേഷ്യോ സ്നാപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ സൗണ്ട് മൈൽഡ് സൗണ്ടാണ്, അതിൻ്റെ കൂടെ വേദനയില്ല, നീര് വരുന്നില്ല, ആക്ടിവിറ്റി ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് നല്ല ഒരു ലൗഡർ സൗണ്ടാണ്, അല്ലെങ്കിൽ അത് വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നീരുണ്ടാകുന്നു, നമ്മൾ ലിംപ് ചെയ്യുന്നു, മുടന്തുന്നു, അങ്ങനെയൊക്കെ വരും ഒരു സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൽക്കഹോൾ സ്മോക്കിംഗ് ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ കാരണമാവും? സ്മോക്കിംഗ് ആസ് സച്ച്, സ്മോക്കിംഗ് ഉള്ളവർക്ക് ന്യൂ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നത് കുറവാണെന്നാണ് കണ്ടുവരുന്നത്. അപ്പം ഓഫ് കോഴ്സ് ഹീലിംഗ് അത് അഫക്റ്റ് ചെയ്യാം. സ്മോക്കിംഗ് ഒരു ഓസ്റ്റിയോപോറോസിസ് റിസ്ക് ഫാക്ടറാണ്, എല്ലിൻ്റെ ബലക്കുറവുണ്ടാകുന്ന ഒരു റിസ്ക് ഫാക്ടറാണ്. ആസ് വെൽ ആസ് ആൽക്കഹോൾ ബോൺ ഹെൽത്ത് അസച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽക്കഹോൾ കാരണം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയാം, ആൽക്കഹോൾ കാരണം ബോണിൽ ഡെൻസിറ്റി കുറയാൻ ഉള്ള പല കാരണങ്ങളുണ്ട്. അതുകൂടാതെ ആൽക്കഹോൾ എടുക്കുന്നവർക്ക് റിക്കറൻറ്റ് ഫോൾസ്, വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇൻഡയറക്ട്ലി ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് ഫ്രാക്ചർ, വീഴ്ച കൂടുന്നു. അപ്പം ആൽക്കഹോൾ മൾട്ടി പ്രോങ്ഡ് ആയിട്ടാണ് നമ്മുടെ ബോൺ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി എക്സസീവ് ആൽക്കഹോൾ ഉണ്ടാവും ഭയങ്കര നല്ല ബാഡായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് പലർക്കും ഒരു അറിയാത്തൊരു സംഭവമുണ്ട്, പലരും ധരിച്ചു വരിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അതൊന്നെന്ന് പറയുന്നത്, നമുക്കൊരു വേദന വരുമ്പോൾ ചില ഡോക്ടേഴ്സ് പറയുന്നത് നമുക്കവിടെ തണുപ്പ് ഐസ് ക്യൂബ് വയ്ക്കണം എന്ന് പറയും. പക്ഷെ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത് ചൂട് ഹോട്ട് വാട്ടർ ബാഗ് അങ്ങനെ എങ്ങാണ്ട് വയ്ക്കണം. ഇത് എപ്പോഴൊക്കെയാണ് ഈ മാർഗം സ്വീകരിക്കേണ്ടത്? ഒരു ഐസ് ക്യൂബ് വയ്ക്കേണ്ടത് എപ്പോഴാണ്? അല്ലെങ്കിൽ ശരിക്കും ഐസ് ക്യൂബ് ആണോ വയ്ക്കേണ്ടത്, ചൂടാണോ കൊള്ളേണ്ടത്, അല്ലെങ്കിൽ ചൂട് വയ്ക്കേണ്ടത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി
ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു. കാരണം പലർക്കും ഇത് അറിയാത്തൊരു കാര്യമാണ്, സംശയമുണ്ട് എല്ലാവർക്കും. രണ്ടും ചെയ്യാം. പക്ഷേ യൂഷ്വലി ഒരു ജനറൽ തമ്പ് ഓഫ് റൂൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അക്യൂട്ട് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്ലീഡിങ് കാരണമാണ് നീര് വരുന്നത്. അപ്പം ബ്ലീഡിങ് കുറയാൻ ഐസാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഐസ് വെക്കുമ്പോൾ നാച്ചുറലി പെയിൻ കുറയും. ആ ഒരു സ്ഥലത്ത് പ്രോബബ്ലി നമ്മൾ ചൂട് വെച്ചാൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ കൂടുതൽ പെയിൻ ജനറേറ്റിംഗ് സബ്സ്റ്റൻസ് വരികയുള്ളൂ. അപ്പോൾ അത് പെയിൻ കൂട്ടുകയുള്ളൂ. സോ ജനറൽ കൺസേൺ. കുറേ കാലമായിട്ടുള്ള വേന, നടുവേന, കഴുത്തുവേന, അതിനൊക്കെ നമ്മൾ ഐസ് വെക്കുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ കൂടും. അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള പെയിൻ ഫാക്ടേഴ്സ് ആക്ച്വലി വാഷ് ഔട്ട് ആയി പോകും. സോ അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് ഇഞ്ചുറീസിൽ എപ്പോഴും ഐസും, കുറേ കാലമായിട്ടുള്ളതിന് ഒരു ജനറൽ തമ്പ് ഓഫ് റൂള് മറ്റേ ഹോട്ട് ഫോമെന്റേഷൻ ഒന്നല്ല. ഇപ്പൊ പറഞ്ഞ പെട്ടെന്നുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐസ് വയ്ക്കണം. അത് എത്ര ദിവസം ഒന്നുമില്ല, നമ്മുടെ നീര് കുറയുന്ന വരെ യൂഷ്വലി 1 to 2 weeks. ഫസ്റ്റ് 24 to 48 hours ആണ് ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉള്ളത്. പിന്നെ നമ്മളെ പെയിനും നീരും, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് നമ്മൾ മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും, മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, അപ്പോഴും അവർക്ക് നീര് വരും, അപ്പോഴും ഐസ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അപ് ടു 24 to 48 hours ആണ് ഐഡിയൽ. പിന്നെ അതിനുശേഷം 1 to 2 weeks എപ്പോഴും എത്ര നാൾ വരെ നീരുള്ളോ അത്ര നാൾ വെക്കാം ഇടയ്ക്കിടയ്ക്ക്. ഡോക്ടറിന്റെ അടുത്ത് ഒരുപാട് ആക്സിഡന്റ് കേസ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, വരാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആൾക്കാർ കാണിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെ രീതിയിലാണ് ഒരു ഡോക്ടർ എന്നുള്ളതെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്, അതെന്തൊക്കെ ആണെന്ന് പറയുന്നത്? ഇപ്പം അധികം അങ്ങനെ കുറവാണ്. പക്ഷെ യൂഷ്വലി വരുന്നത് ഇപ്പോൾ കാലിപ്പം മടങ്ങിയത് ജസ്റ്റ് സ്പ്രെയിൻ ആണെന്ന് പറഞ്ഞാൽ തടവി കളയും. ഇപ്പം ചിലപ്പോൾ അതൊരു ചെറിയൊരു ഫ്രാക്ചർ ആയിരിക്കും, അതായത് ഒന്ന് മസാജൊക്കെ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ് ആവും. ഒന്ന്. രണ്ടാമത് നമ്മൾ ഒരു ഇഞ്ചുറി കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നീര് കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതിൻ്റെതായ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം പോലുള്ള കോംപ്ലിക്കേഷൻ വരാം. മൂന്നാമത് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് മടങ്ങി ഒത്തിരി തടവുമ്പോൾ അത് മസിൽ ഇഞ്ചുറീസും ഉണ്ടാക്കാം അവർക്ക്. പൊട്ടൻഷ്യലി ഇപ്പം എൽബോ, ഷോൾഡറൊക്കെ ആണെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവാം തടവി കഴിഞ്ഞാൽ, അവിടെ അബ്നോർമൽ ബോൺ ഫോർമേഷൻ ഉണ്ടാവാം. അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി കാണുന്ന മിസ്റ്റേക്ക്. നമ്മളൊരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി, നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവാണ് സംഭവം, അതുണ്ടാക്കുന്ന ഒരു കോൺസിക്വൻസ് ഉണ്ട്. എങ്ങനെ എന്തൊക്കെ ആയിത്തീരും അങ്ങനെയൊക്കെ പലരും അടുത്ത് വരാറുണ്ടായിരിക്കുമല്ലോ. ചെറിയൊരു നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇഞ്ചുറി സിവിയർ ആണോ, നമ്മുടെ ഇഞ്ചുറി മൈൽഡ് ആണോ, നമുക്ക് തന്നെ അറിയാൻ പറ്റും. ചെറിയൊരു വേദന, ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഐസൊക്കെ വെക്കുക. വലിയ ഡീഫോം കൈക്കൊരു ഉദാഹരണം, ഇവിടെ ഒരു ഇഞ്ചുറി പറ്റി കൈ കുത്തി വീഴും, ചെറിയൊരു നീരേ ഉള്ളൂ, നമ്മൾ ഐസൊക്കെ വെച്ചു, കൈയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു വലിയ ഡീഫോമിറ്റി ഒന്നും വളഞ്ഞും തിരിഞ്ഞൊന്നും ഇരിക്കുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ വേദനയുള്ളെങ്കിൽ നമ്മൾ ഐസ് വെക്കുക. എന്തെങ്കിലും ചെറിയൊരു പെയിന് 500 mg പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പെയിൻ കില്ലർ വേണമെങ്കിൽ കഴിക്കുക. ഒരു ദിവസം നോക്കുക, 2 ദിവസം നോക്കുക. രണ്ടാമത്തെ ദിവസം മാറിയില്ല, ഇത് കൂടി വരിക, നമുക്ക് മൂവ്മെന്റിന് പ്രശ്നമുണ്ട്, പെയിൻ പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അധികം മസാജും തടവൊന്നും ചെയ്യാതെ ഒരു ഡോക്ടറെ കാണുക. ആവശ്യമെങ്കിൽ എക്സ്റേ, അൾട്രാസൗണ്ട് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. ചിലപ്പം ചെറിയൊരു ഇഞ്ചുറി ആയിരിക്കും, ചെറിയൊരു ഡിസ്പ്ലേസ് ചെയ്യാതെ, ഉദാഹരണത്തിന് ചെറിയൊരു ഫ്രാക്ചർ ആയിരിക്കും, നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാതെ നിന്ന് അത് മൂവ് ചെയ്ത് അത് ചിലപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് പിന്നെ നമുക്കത് സർജിക്കൽ ഇന്റർവെൻഷൻ വരാം. ഒരുപക്ഷെ പല ഇന്റർവെൻഷനിലൂടെ ഇത് മാറിയില്ലെന്ന് വരാം. ഉദാഹരണം ഈ മാലറ്റ് ഫിംഗർ എന്ന് പറഞ്ഞൊരു ഇതാണ്, നമ്മളിങ്ങനെ തട്ടുമ്പം ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ ബോൾ ക്യാച്ച് ചെയ്യുമ്പം കൈ ഒന്ന് മടങ്ങിപ്പോകും, അതിനുശേഷം കൈ ഇങ്ങനെ പകുതി മടങ്ങിയിരിക്കും. നമ്മൾ ആദ്യം വളഞ്ഞൊക്കെ നോക്കി വലിയ കുഴപ്പമില്ല മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വരും, പലരും വരുന്നത് അത് വെച്ചിട്ടാണ്. പക്ഷെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് വന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു സ്പ്ലിന്റ് ഇട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊസീജിയറിൽ ഒരു കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറേ കാലം കഴിഞ്ഞ് വരുമ്പം പലപ്പോഴും നമുക്ക് കറക്റ്റ് ചെയ്താൽ ആ ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടാറില്ല. അപ്പം 1-2 ദിവസം നോക്കുക, പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണാം. എസ്പെഷ്യലി നമ്മുടെ പെയിനും നമ്മുടെ ആക്ടിവിറ്റിയും ഒക്കെ റെസ്ട്രിക്റ്റ് ആവുകയാണ്.